രമേശന് ഇത് ഒരു കോടാലിയുമായിട്ട് ഇറങ്ങിയിട്ട് വിറക് കീറി കൊടുക്കാൻ പറ. അല്ലാതെ പിന്നെ ചെയ്യാം. ഇവർക്ക് ഇത് പഴയ നമ്പർ ഇപ്പോൾ വിറക് കൊണ്ടല്ല ഗ്യാസ് അടുപ്പായിട്ട് മാറി എന്നുള്ളത് പോലും ഓർക്കില്ല. കോടാലിയുമായിട്ട് പോയി അമ്മച്ചി വിറക് കീറി തരാമെന്ന്, വിറക് കീറാൻ ഇവിടെ തടി ഉണ്ടായിട്ട് വേണ്ടേ വിറക് കീറാൻ. ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരത്തിനൊന്നും പോകും. MA ബേബി ആണെങ്കിലും നമുക്ക് ആ പ്ലേറ്റ് കഴുകി വെച്ചാണ്. ആ പ്ലേറ്റ് കഴുകുക എന്ന് പറയുന്നത് മര്യാദകളാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വൈദ്യത്തിൻ്റെ വീട്ടിൽ വരുന്നു, 4 ബിസ്ക്കറ്റും കുറച്ച് ചിപ്സും വെച്ച് ഒരു പ്ലേറ്റിൽ എനിക്ക് തരുന്നു. അത് കഴിച്ചിട്ട് ഞാൻ ആ പ്ലേറ്റ് കഴുകാനായിട്ട് അടുക്കളയിലെ സിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങർക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ. വായത്തിൻ്റെ ഭാര്യ പറയും, ആ ചേട്ടൻ എന്തോ പ്രശ്നമാണ്. അല്ല, പുള്ളി ആ ചിപ്സ് എന്ന പ്ലേറ്റ് കഴുകാനായിട്ട് പോയിരിക്കും. വായത്തിൻ്റെ വീട്ടിൽ വരുന്നു, ഞാൻ ചായ കുടിച്ചു, ആ ഗ്ലാസ് ഞാൻ കഴുകി വയ്ക്കാൻ പോയി കഴിഞ്ഞാൽ കഴുകി വെച്ചു എന്ന് വെച്ചോ, അത് വായത്തിനെ ഇൻസൾട്ട് ചെയ്യലല്ലേ? സത്യത്തിൽ വായത്തിനെ ഇൻസൾട്ട് ചെയ്യലാണ്. അത് ചെയ്യാൻ പാടില്ല നമ്മൾ. കാരണം ഈ പഴയ ആ കാഴ്ചപ്പാടൊക്കെ മാറി, ഇപ്പോൾ ആളുകളുടെ സ്റ്റൈല് മാറി, എറ്റിക്കറ്റ്സ് മാറി. ഞാൻ ഭാരതീയനാണ്, വായുത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഡൈനിങ് ടേബിളൊന്നും പറ്റില്ല, എനിക്ക് താഴെ ചോറ് തരണം. ഇത് ഭാരതീയനാണ്. ഋഷി മുനിമാരെല്ലാം താഴെ ഇരുന്നാണ് കഴിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ എറ്റിക്കറ്റ്സ് ഹാവ് ചേഞ്ച്. അതനുസരിച്ച് മാറണ്ടേ? എന്നിട്ട് എനിക്ക് ഇലയിൽ വിളമ്പിത്തരണം. ഇലയും കൊണ്ട് ഞാൻ പുറത്തിറങ്ങി, ഇല കളയാൻ സ്ഥലമില്ല. നമ്മളാകെ ഇട്ടാവട്ടത്തിൽ നഗരത്തിലല്ലേ ജീവിക്കുന്നത്. ഈ ഇത്ര വലിയ തൂഷനില ഇത് എവിടെ കളയാനാണ്? ഇത് മനസ്സിലാക്കാതെ ഇവർ ഈ ഷോയ്ക്ക് ഇറങ്ങും, പെണ്ണുങ്ങളുടെ പ്രാക്ക് വാങ്ങിച്ച് കിട്ടും, പാത്തോട്ട് കിട്ടാനുള്ളത് ഇല്ലാതെയാകും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ്സിനാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെങ്കിലും എന്ത് ചെയ്യണം? കഴുത്ത് വെട്ടി, ഹെഡ്ലെസ് ചിക്കൻ എന്ന് പറയും നമ്മൾ മലയാളത്തിൽ, കഴുത്ത് വെട്ടിയ കോഴി. അതിങ്ങനെ ഒരു പോക്കങ്ങ് പോകുമല്ലോ, അതുപോലത്തെ ഒരു പോക്ക് പോവുകയാണ്, ഒരു ലക്ഷ്യബോധമില്ലാതെ.